ഒരു വർഷം മുമ്പേ ഷാജഹാനും തൊപ്പിയായിട്ട് ഭയങ്കര ഫൈറ്റായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് ഷാജഹാൻക്ക് ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഞാൻ പോത്താണ്, സമ്മതിച്ചു, പക്ഷേ തൊപ്പിയെ പോലത്തെ ചെറ്റല്ല, തൊപ്പിയെ പോലത്തെ ഡ്രഗ്സ് അല്ല. അന്ന് ഒരുപാട് ആൾക്കാർ ഷാജഹാൻക്ക് തള്ളിപ്പറഞ്ഞു. തൊപ്പിയുടെ കൂടെ കൂടി ഒരുപാട് ആൾക്കാർ, ഈ കോമാളിത്തരം കാണിക്കുന്ന ആൾക്കാർക്കൊക്കെ തൊപ്പിയാണ് വേണ്ടത്. ആ സമയത്ത് ഞങ്ങൾ കുറേ ആൾക്കാർ ഷാജഹാൻക്കിൻ്റെ കൂടെ കട്ടക്ക് നിന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അന്ന് ഷാജഹാൻക്കൊരു വാക്ക് പറഞ്ഞിരുന്നു, എന്താ, അവനൊരു ദിവസം കുടുങ്ങും, ഡ്രഗ്സ് കേസിൽ കുടുങ്ങും, അവൻ്റെ കൂടെ ഉള്ള ആൾക്കാർ എല്ലാം തള്ളിപ്പറയും, പണം കൊടുക്കാതെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്താ അവന് മാനസിക രോഗമാണ്. ഈ തൊപ്പി തരുമ്പോഴത്തേക്ക് ഒരു മാനസിക രോഗമാണ്, അത് അവനും അറിയാം. ആദ്യം ഗെയിം കളിച്ച് ചെയ്ത് വന്നതാണ്. എന്നിട്ട് ആരും ഒന്നും പറയാം, തൊപ്പിൻ്റെ കൂടെ വന്നു. ഇപ്പം എന്തായി, അവൻ ചെടി അടിക്കുന്ന വീഡിയോ വന്നു, അവൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഡ്രഗ്സ് അടിക്കുന്ന വീഡിയോ വന്ന്, അവൻ്റെ വീട്ടിലേക്ക് ഈ പിള്ളേർ കൊണ്ട് ഡ്രഗ്സ് അടിക്കണമെങ്കിൽ അവനും അറിയാതൊന്നും ചെയ്യുന്നതാണ്. എന്നിട്ട് അവൻ്റെ നഗ്നത ശരീരങ്ങൾ വന്ന്, നഗ്നതായിട്ട് ഡാൻസ് കളിക്കുന്നത് വന്ന്, പെണ്ണ് കേസ് വന്ന്, ഒരുപാട് കേസ് വന്നു. ഒന്നാമത്തെ ഇത് മൊത്തം അറിയണമെങ്കിലേ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ കണ്ണൂർക്ക് പോയാൽ മതി. അവൻ്റെ ബാപ്പയും ഉമ്മയും അവിടുത്തെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ പറയും, അവൻ്റെ ഏരിയയ്ക്ക് അവനെ അടുപ്പിക്കുന്നില്ല. ആ ഒരു കാര്യം നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയില്ല. അതാണ് സംഭവം. ഇന്ന് എല്ലാവരും പറയുന്നുണ്ട് ഷാജഹാൻ പറഞ്ഞത് ശരിയാണ്. എന്നാൽ സന്തോഷം എന്തെന്നറിയോ, ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ആൾക്കാർക്ക് മനസ്സിലായല്ലോ, അത് ഒരുപാട് സന്തോഷമായി. ഈ ഷാജഹാനെയും തൊപ്പിനെയും പറ്റാലും ഈ അലുവയും മത്തിക്കറിയും പറയാ, ഷാജഹാൻക്ക് എവിടെയുണ്ട്, തൊപ്പിയുണ്ട്. ഷാജഹാൻ വരുമ്പോൾ തറവാർത്തത്തിലായാലും സാമ്പത്തികത്തിലായാലും ഡീലിങ്ങിലായാലും സഹായത്തിൽ ആ ഒരു വാക്ക് നോക്കണം, സഹായത്തിൽ ഈ തൊപ്പി റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. പിന്നെ ഐഫോൺ കൊടുത്തതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിലാണ് മുതലാക്കുന്ന ആളാണ്. ഷാജഹാൻക്ക് ഒരുപാട് കൊടുക്കുന്നതേ ഈ കയ്യിൽ കൊടുത്തത് ഈ കയ്യിൽ അറിയിക്കാത്തൊരു വ്യക്തിയാണ്. ആ ഒരു വ്യത്യാസങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. അതാണ് സംഭവം. എന്നിട്ട് ഇതേ ഒരു വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ആ ഒരു പെണ്ണുങ്ങൾ കൊള്ള പെണ്ണെന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എപ്പോഴും തൊപ്പിൻ്റെ ഒരു കാര്യം ആലോചിക്കണ്ട, അവന് വീട്ടിൽ കയറാൻ പറ്റില്ല. അവനെ ഏതെങ്കിലും ഒരു ഈ ആണുങ്ങൾക്ക് പറയും, നിങ്ങളുടെ ഭാര്യമാർ ആരെങ്കിലും അവനെ ഫോളോ ചെയ്യിച്ചോ, അവന് മെസ്സേജ് ഉണ്ടോ, നിങ്ങൾ സൂക്ഷിച്ചോളി. ഏറ്റവും വലിയ അപകടകാരിയാണ് അവൻ. കടലിലെ സ്രാവ്. കടലിൽ തിമിംഗലുണ്ട്, ബാക്കിയുള്ള മത്സ്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഡേഞ്ചർ എന്താ, സ്രാവ. അതുപോലത്തതാണ് അവൻ. ഒന്നാമത്തെ ഇവന് നോക്കാനൊന്നുമില്ല. എന്താകുമ്പോഴത്തേക്ക് വീട്ടില്ല, മറ്റേ ആൾക്കാരില്ല, നല്ല ഫ്രണ്ട്സ് ഇല്ല, അതൊന്നുമില്ല. ആകെപ്പാടുന്നത് റംബോ ആണ്. അവൻ അയക്കാലപ്പുറത്ത് ചെറ്റാണ്. അവൻ ചെറ്റാണ് ഒരുപാട് താക്കിയത്. അന്ന് അവനെ തേടി പോയിട്ട് അവർക്ക് വാതിലടച്ചത്. ഇല്ലെങ്കിൽ ഇവന്മാർ ഈ ഷാജഹാൻ്റെയും പോയിട്ട് അവൻ്റെ കവുത്ത് പിടിച്ച് തിരിച്ചേനെ. അത് വേറെ കാര്യം. അതുകൊണ്ട് സത്യങ്ങൾ കേരളം മൊത്തം മനസ്സിലാക്കിയ എല്ലാവർക്കും നന്ദിയുണ്ട്. അതുമാത്രമല്ല, തൊപ്പിനെയും അവൻ്റെ ടീംസിനെയും എല്ലാവരെയും 24 മണിക്കൂറിനകത്ത് അറസ്റ്റ് ചെയ്യും. അതിക്കുള്ളിൽ എല്ലാ തെളിവ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേരള പോലീസിന്. ഇതുവരെ കേരള പോലീസിൻ്റെ ഓനോട് പിടികിട്ട പുള്ളിയായിരുന്നു എന്ന് വെച്ചാൽ തെളിവൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ തെളിവും അവൻ്റെ ടീംസെ കൊണ്ടുവന്ന് അവനും കൊണ്ടുവന്ന് എല്ലാം ജയിലിൽ പോയി കിടക്കട്ടെ. ഒന്ന് കേരളം ശുദ്ധീകരിക്കുന്ന ഭാഗമായിട്ട് ആദ്യം നോക്കേണ്ടത് നമ്മൾ തൊപ്പിനെ പിടിക്കണം. ഓക്കെ, എന്നാൽ നന്ദി, നമസ്കാരം.